ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്പ്രിംഗ് വേ ബിരിയാണി പാക്കേജ് വെച്ച് എങ്ങനെയാണ് ഒരു കിടിലൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബിരിയാണി കിറ്റ് എടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ: ഒരു 5 സവോള, 5 തക്കാളി, 10 കൊച്ചുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 10 പച്ചമുളക്, വെളിച്ചെണ്ണ, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും എടുക്കുക. നമ്മളൊരു 5 പേർക്ക് കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. ഇതിലേക്ക് 2 കിലോ കോഴിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 1000 രൂപയുണ്ടെങ്കിൽ 5 പേർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ബിരിയാണി വെക്കാൻ കഴിയും. ഇനി നമ്മുടെ ബിരിയാണി കിറ്റ് നോക്കാം. 1.5 കിലോ കൈമ ബിരിയാണി റൈസ്, ഡാൽഡ, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ട്യൂട്ടി ഫ്രൂട്ടി, സ്പൈസസ് പാക്കറ്റ്, കൂടാതെ നമുക്ക് ചിക്കൻ പൊരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടിയാണ് കിറ്റിനകത്ത് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കാം. ആദ്യം ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മുടെ പാക്കറ്റിൽ നിന്നും 5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 4-5 കഷ്ണം പട്ട, 2 ഏലക്ക, ഒരു ജാതിപത്രി, ഒരു തക്കോലം, കുറച്ച് കുരുമുളക് പൊടി, ഒരു ലീഫ്, കുറച്ച് ഗ്രാമ്പു. ഇത്രയും സാധനങ്ങൾ ചെറുതായി വറുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ പച്ചയ്ക്ക് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ചിക്കൻ ഫ്രൈ റെഡിയാക്കാനുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത്: പകുതി സവോള അരിഞ്ഞത്, കുറച്ച് കൊച്ചുള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, കുറച്ച് അണ്ടിപ്പരിപ്പ്. വെളുത്തുള്ളി കൂടുതലിടുന്നത് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടുന്നതിന് സഹായിക്കും. അതുകൊണ്ട് വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുക. ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റുക. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പേസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മുടെ ബിരിയാണി കിറ്റിൻ്റെ കൂടെ വരുന്ന കോൺഫ്ലോർ പൊടി കൂടി മിക്സ് ചെയ്യുക. ചിക്കൻ്റെ തോതനുസരിച്ച് കോൺഫ്ലോർ ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ എല്ലാ ചിക്കനും വറുത്ത് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കറിയിലേക്ക് മാറ്റുന്നത്. ഒന്നുകിൽ പച്ചയായ രീതിയിൽ കറി വയ്ക്കാം, ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്തതിന് ശേഷം അത് കറി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവോള ചെറുതായി അരിഞ്ഞു വയ്ക്കാം. ശേഷം സ്റ്റൗവിലേക്ക് ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ കോരിയെടുക്കാം. കൂടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് വറുത്ത് കോരാം. ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ നിരത്തി കുറച്ച് പഞ്ചസാരയും അതുപോലെ നമ്മുടെ മസാല പാക്കറ്റിൽ വരുന്ന കശകശയും കൂടി ഇതിലേക്ക് വിതറിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ മസാല കൂടി റെഡിയാക്കാം. ഇതിനായി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും കുറച്ചധികം എണ്ണ എടുത്ത് മാറ്റാം. മാറ്റിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, കൊച്ചുള്ളി, സവോള, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അല്പം കാശ്മീരി മുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിക്കാത്ത ചിക്കനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ചാറ് കൂടുതൽ വേണമെന്നാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന രീതി വെള്ളം ഒഴിക്കാതെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന രീതിയിലുള്ള മസാലയാണ്. ഇതിലേക്ക് അവസാനം കുറച്ച് കറിവേപ്പിലയും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി വറുത്തത് കൂടി നമുക്ക് മുകളിലായി വിതറിക്കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി റൈസ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് ഒരു കപ്പിലോ ഗ്ലാസ്സിലോ നമുക്ക് അളന്നെടുക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 4-5 പേർക്ക് കഴിക്കാവുന്ന രീതിയിൽ 750 ഗ്രാം അരിയാണ് എടുക്കുന്നത്. ഇത് 1 കപ്പ് അരിയാണ്. അരി എടുത്ത് അളന്ന് വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കുന്നതിനുള്ള പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഇനി പാത്രം വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഡാൽഡ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം ഡാൽഡ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതിനുശേഷം ബിരിയാണി കിറ്റിലുള്ള മസാലക്കൂട്ടിൽ നിന്നും അല്പം പെരിഞ്ചീരകം, 1-2 പട്ട, 1-2 കഷ്ണം ഏലക്ക, കുറച്ച് ജാതിപത്രി, തക്കോലം, കുരുമുളക്, ഒരു ലീഫ്, നാരങ്ങ, 2-4 ഗ്രാമ്പു ഇത്രയും ഇട്ട് ചെറുതായി ഒന്ന് മൂപ്പിക്കുക. ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, സ്പൈസസിൻ്റെ പാക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം ഇടുക. ഒരുപാടായിക്കഴിഞ്ഞാൽ നമുക്ക് റൈസ് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതിനാൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവോള, വെളുത്തുള്ളി, 2-3 പച്ചമുളക് ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ശേഷം അരി അളന്ന കപ്പിന് ഇരട്ടി വെള്ളം ഒഴിക്കുക. 1 കപ്പ് അരിയാണ് നമ്മൾ എടുത്തതെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിക്കുക. 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക.
ഉപ്പ് പാകത്തിന് ഇട്ട ശേഷം നമുക്ക് മൂടി വെച്ച് വെള്ളം തിളപ്പിക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി കഴുകാം. 5-6 വട്ടം വെള്ളം ഒഴിച്ച് ഇളക്കി കഴുകിയതിന് ശേഷം ഊറ്റുകുട്ടയിലേക്ക് വെള്ളം വാർന്നു പോകാൻ വെക്കാം. ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ചെറുതായി ഇളക്കി മൂടി വെച്ച് വെള്ളം വറ്റിച്ച് എടുക്കുക. വെള്ളം വറ്റി വരുന്ന സമയം നമ്മുടെ ഗ്യാസിൻ്റെ തീ ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവരിക. ഒരു ചട്ടുകമോ അല്ലെങ്കിൽ തവിയോ ഉപയോഗിച്ച് നമുക്ക് വെള്ളം വറ്റിയോ എന്ന് നോക്കാവുന്നതാണ്. ഇങ്ങനെ വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് ചോറ് മാറ്റി ദം ചെയ്തെടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് ചോറിട്ട് കൊടുത്ത് മുകൾ ഭാഗം നല്ലതുപോലെ നിരത്തി എടുക്കാം. ശേഷം വേണമെങ്കിൽ നമുക്ക് നെയ്യ് ആവശ്യത്തിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ക്യാരറ്റ്, തക്കാളി ഇങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ചോറ് വെന്തതിന് ശേഷം ഇതുപോലെ ചേർക്കാം. അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിനകത്ത് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മുന്തിരി, അണ്ടിപ്പരിപ്പ്, സവാള ഇതെല്ലാം കൂടി മുകളിലേക്ക് വിതറി നല്ലതുപോലെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെക്കുക. 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുകളിൽ നിന്നും ചോറ് കോരി മാറ്റിയതിന് ശേഷം ഇറച്ചി കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മുടെ ഷോപ്പ് ഫ്രാഞ്ചൈസ് ഉള്ള സ്ഥലങ്ങളിൽ 999 രൂപയ്ക്ക് ചിക്കനും വെജിറ്റബിൾസും ബിരിയാണി റൈസും ഉൾപ്പെടെയുള്ള ബിരിയാണി കിറ്റ് അവൈലബിൾ ആണ്. നമ്മുടെ ഷോപ്പ് ഫ്രാഞ്ചൈസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഇത് ലഭിക്കുന്നത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചു. ഈ പെരുന്നാളിന് വീട്ടിലെല്ലാവരും ഈ ബിരിയാണിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ.